ഇന്ത്യക്കെതിരെ നിരന്തരം വെല്ലുവിളികൾ നടത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത് നമുക്കറിയാം. ഇന്ത്യയിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികരും ഇന്ത്യയിലെ ഭരണാധികാരികളുമെല്ലാം അത് ഒരു തമാശയായി തന്നെയാണ് കരുതുന്നത്. അവരുടെ കയ്യിൽ, പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കുക, ഇന്ത്യയെ പിടിച്ചെടുക്കുമെന്ന് നിരന്തരം മൈക്ക് കണ്ടാൽ അവിടുത്തെ നേതാക്കളും അതോടൊപ്പം തന്നെ അവിടുത്തെ സേനാ മേധാവിയും എല്ലാം വിളിച്ചു പറയുമെങ്കിൽ ഇപ്പോൾ അതേ രീതിയിലേക്ക് ആ പാകിസ്ഥാന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ നിരന്തര ആക്രമണങ്ങളാണ് പാക് അതിർത്തി പ്രദേശങ്ങളിൽ തുടരുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിനുള്ളിലെ തെഹ്രീക്കെ താലിബാനുമായി ബന്ധപ്പെട്ട് അവർക്ക് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ചായിരുന്നു ആദ്യമായി അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടാകുകയും ആ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി, പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ തിരിച്ചടി നൽകാനായിരുന്നു അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞു. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചറിയാം, അവർ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ട ഒരു രാജ്യമാണ്. അവിടുത്തെ താലിബാൻ ഇത്തരം നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു സംഘടന കൂടിയാണ്. അത് റഷ്യക്കെതിരായാലും അമേരിക്കക്കെതിരായാലും അങ്ങനെയുള്ള ഒരു അനുഭവ പരിചയമുള്ള ഒരു സംഘടനയുമായാണ് പാകിസ്ഥാൻ മുട്ടാൻ പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ നാണംകെട്ട രീതിയിലേക്കാണ് പാകിസ്ഥാന്റെ അവസ്ഥ പോയി നിൽക്കുന്നത്. അസീം മുനീർ നമുക്കറിയാമല്ലോ, ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെട്ട അസീം മുനീർ, ഇന്ത്യയുടെ ആക്രമണ സമയത്ത് ബംഗറിൽ ഒളിച്ച അസീം മുനീർ പിന്നീട് ഇപ്പോൾ ട്രംപിന്റെ കളിത്തോഴനായി മാറിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പല തവണയാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും വലിയ പിന്തുണയാണ് ട്രംപ് അദ്ദേഹത്തിന് നൽകുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാനെല്ലാം ആ അസീം മുനീറിന് നൽകുന്ന പിന്തുണ ട്രംപ് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നും വെല്ലുവിളിയാണ് ഇപ്പോൾ അസീം മുനീറിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ നേതാക്കൾ അസീം മുനീറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആണാണെങ്കിൽ സൈനികരെ അയക്കാതെ നേരിട്ട് വന്ന് പോരാടൂ, അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പോരാടാൻ ഇറങ്ങൂ എന്നിങ്ങനെയാണ് വെല്ലുവിളി. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത് അവിടുത്തെ നേതാവായ കസിമിന. അദ്ദേഹത്തെ പിടികൂടിയാൽ ഇപ്പോൾ 10 കോടി രൂപ നൽകാമെന്നും പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നാണക്കേടിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തിയോ നോക്കൂ. അസീം മുനീറിനോട് പറയുകയാണ്, അമ്മയുടെ മുലപ്പാൽ കുടിച്ചെങ്കിൽ പോരാട്ടത്തിന് ഇറങ്ങൂ എന്ന്. അസീം മുനീറിന് ഈ പരാജയത്തിന് ശേഷം വിജയിച്ചു എന്ന് പറഞ്ഞ ആഹ്ലാദ പ്രകടനം നടത്താൻ അദ്ദേഹത്തിനും പാകിസ്ഥാനും ഇപ്പോൾ അറിയാവുന്ന അവർക്കുള്ള പരിപാടി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ആക്രമണത്തിൽ ചെറിയൊരു രാജ്യമാണ്, നമുക്കറിയാം. അവർ അവിടെ അധികാരത്തിൽ എത്തിയിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ. കൃത്യമായ ഭരണ സംവിധാനമില്ല, കൃത്യമായ ഒരു സൈനികരില്ല. എന്നിട്ട് പോലും അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ വിരണ്ടിരിക്കുകയാണ്. ആ വിരണ്ടിരിക്കുന്നതും കൊണ്ടാണല്ലോ ഈ എതിർപക്ഷത്ത് ഇത്രയും വലിയ ആത്മവിശ്വാസം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയുന്നത്. അസീം മുനീറിന് ആണാണെങ്കിൽ നേരിട്ട് പോരാടും, സൈനികരെ അയക്കാതെ താൻ നേരിട്ട് തന്നെ കൊന്നുകളയും എന്നാണ് ഇപ്പോൾ അസീം മുനീറിനോട് പറഞ്ഞിരിക്കുന്നത്. അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കരുതി മുൻ സൈനികരെ പോലെ തനിക്കെന്തോ അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെ അവിടുത്തെ വലിയ രീതിയിൽ ഭരണം പിടിച്ചെടുക്കാമെന്ന ചിന്തയുമായാണ് അദ്ദേഹം ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ ആ രാജ്യം, ഇദ്ദേഹം ഭരണം പിടിച്ചെടുക്കുമ്പോൾ ആ രാജ്യം തന്നെ കാണുമോ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ പോകുന്നത്. ഒരു ഭാഗത്ത് ബലൂചിസ്ഥാന്റെ പ്രദേശങ്ങളിൽ ബലൂചിസ്ഥാൻ ആർമി വലിയ രീതിയിൽ തന്നെ സൈനികർക്കെതിരെ പോരാട്ടം നടത്തുന്നു. ആ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഒരു മാസം 100 സൈനികരെങ്കിലും കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. പല പ്രദേശങ്ങളിലേക്ക് സൈനികർക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല. അസീം മുനീറിന്റെ ഈ പരിവാരങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. അവിടുത്തെ പൂർണ്ണമായ നിയന്ത്രണം അവിടുത്തെ പ്രാദേശിക സൈനിക വിഭാഗമായ ബലൂചിസ്ഥാൻ ആർമി ഓരോ ദിവസവും കൂടുതൽ പിടിച്ചെടുക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ പ്രദേശങ്ങൾ തങ്ങളുടെ ഭരണപ്രദേശമാക്കി മാറ്റിക്കൊണ്ട് അവർ മുന്നേറുകയാണ്. പിന്നീട് നാം നോക്കുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാനുമായി പ്രശ്നം നടക്കുന്ന മേഖലയുണ്ട്. തെഹ്രീക്കെ താലിബാന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ആ പ്രദേശങ്ങളിലേക്കും വലിയ രീതിയിൽ പാകിസ്ഥാന്റെ ആർമിക്കെതിരെയും പോലീസിനെതിരെ ആക്രമണം നടക്കുന്നു. അപ്പോൾ ആ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾക്ക് കാരണം അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവരുടെ കഴിവുകേടാണ്.
ഇവർ കൃത്യമായി അവിടുത്തെ ജനങ്ങളെ പരിഗണിക്കുന്നില്ല. ബലൂചിസ്ഥാനിലെ ജനങ്ങളെ നോക്കുക, അവർ കൃത്യമായി പരിഗണിക്കുന്നില്ല. അവിടെ നിന്നും ഈ ധാതു ലവണങ്ങളെല്ലാം കുഴിച്ചെടുക്കുക മാത്രം, ആ നാട്ടിലെ പിഴിഞ്ഞെടുത്ത് കുറച്ച് പഞ്ചാബ് പ്രവേശിയിലുള്ളവർ മാത്രം അങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ രംഗത്ത് വന്നു. പിന്നീട് ഉള്ളത് പാക് അധിനിവേശ കാശ്മീറാണ്. പാക് അധിനിവേശ കാശ്മീരിലെ വർഷങ്ങളായി ഉപയോഗിക്കുന്ന തീവ്രവാദികളെ വളർത്തിയെടുക്കാനുള്ള ഒരു ക്യാമ്പ് മാത്രമായി അവിടുത്തെ ജനങ്ങളെ ഈ പാകിസ്ഥാൻ സർക്കാർ ചുരുക്കി കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ പോലും വിലക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾ തിരിയുകയാണ്. ഇടക്കാലത്ത് പെഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വധിച്ച ഒരു ഭീകരവാദിയെ അദ്ദേഹത്തിന്റെ ആ തീവ്രവാദിയുടെ നാട്ടിലെത്തിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾ രംഗത്ത് വരുന്നില്ലേ? അവിടുത്തെ പട്ടാളക്കാർ ഉൾപ്പെടെ ഈ തീവ്രവാദി സന്ദർശിക്കാൻ എത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ രംഗത്ത് വന്നില്ലേ? അങ്ങനെ പാക് അധിനിവേശ കാശ്മീരിലെയും ബലൂചിസ്ഥാനിലെയും ഈ തെഹരീക്കെ താലിബാന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെയും എല്ലാ മേഖലയിലും വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ ഭരണ സംവിധാനത്തിൽ നിന്നും കൈവിട്ടു പോവുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇദ്ദേഹം ഇനി തിരിച്ചു വന്നാൽ ആ രാജ്യം കാണുമോ എന്ന് തന്നെ, ഭരണത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടല്ലോ, ആ രാജ്യം കാണുമോ എന്ന് തന്നെ സംശയമാണ്. ഒരു ഭാഗത്ത് ഇന്ത്യ അങ്ങനെ അനാവശ്യമായി ആക്രമിക്കാൻ പോകില്ല. ഈ തീവ്രവാദികൾ ചൊറിയുമ്പോൾ അവരുടെ ആ തീവ്രവാദികൾക്ക് വളം വച്ചു നൽകുന്ന ആ പാകിസ്ഥാനെ തന്നെയാണ് ഇന്ത്യ നോട്ടമിടുന്നത്. അത് തന്നെയാണല്ലോ ഇപ്പോൾ തുടർച്ചയെ തന്നെ ഇന്ത്യയുടെ സേനാ മേധാവികൾ പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഓപ്പറേഷൻ സിന്ദൂർ 2 സാധ്യതയുണ്ടെന്നും പറയുന്നത്. പിന്നീട് അഫ്ഗാനിസ്ഥാനുമാവും വരുമ്പോൾ അവിടെ നിരന്തര പോരാട്ടം. ചൈനയാണെങ്കിൽ പഴയ രീതിയിൽ പരിഗണിക്കാത്തത് ഇപ്പോൾ അമേരിക്കയുമായി അടുക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ തന്നെ ചൈന പിൻവലിച്ചു പോവുകയാണ്. കാരണം ചൈനയ്ക്ക് വലുത് ഇപ്പോൾ ഇന്ത്യയുമായി സൗഹൃദത്തിൽ ഏർപ്പെടുക എന്നതാണ്. കാരണം അമേരിക്ക വലിയ രീതിയിൽ തീരുവ ചുമത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്തകൾ അനുസരിച്ച് 125% തീരുവ ചുമത്തുന്നതിലേക്കാണ് ട്രംപ് ചിന്തിക്കുന്നത്. അപ്പോൾ അമേരിക്ക എന്ന മാർക്കറ്റ് പൂർണ്ണമായി തന്നെ ഇല്ലാതാകുമ്പോൾ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തേണ്ടത്, ഇന്ത്യ പോലുള്ള വലിയ രാജ്യം എന്ന ആ മാർക്കറ്റിലേക്ക് കടന്നു വരേണ്ടത്, അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്, അവരുടെ നിലനിൽപ്പിനുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയെല്ലാം എത്രയും മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിമാന സർവീസ് തന്നെ ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം നൽകുന്നത് പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിച്ചാൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ വിപണികളെല്ലാം ഉണ്ടാകുമ്പോൾ ഇന്ത്യ ആക്രമിക്കാം, അതിനുവേണ്ടി ഒരു വടിയായി പാകിസ്ഥാനെ ഉപയോഗിച്ചു. പക്ഷെ ഇപ്പോൾ അവരുടെ രാജ്യം പ്രതിസന്ധിയിലാണ്. അങ്ങനെ അവരുടെ രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ അവരെ സഹായിക്കാൻ എന്തായാലും പാകിസ്ഥാന് കഴിയില്ല. മികച്ച രീതിയിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ സഹായം അവർക്ക് വേണ്ട. പാകിസ്ഥാന്റെ സഹായം ആവശ്യമില്ലാത്തപ്പോൾ പാകിസ്ഥാന് പണം നൽകി ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇനി പാകിസ്ഥാനെ കൊണ്ട് ചൈനയ്ക്ക് ഒരു സഹായം ചെയ്യാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയ ശ്രമം ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കാരണം നമുക്കൊരു ആയുധ മേഖല തന്നെ പരിശോധിക്കാം. ആയുധം ഇന്ത്യ ചൈനയിൽ നിന്നും വാങ്ങേണ്ട ഗതികേടിലേക്ക് പോയിട്ടില്ല. ഇന്ത്യ തന്നെ ഇപ്പോൾ കൂടുതൽ പ്രാദേശികമായി വികസിപ്പിച്ചു വരുന്നുണ്ടല്ലോ. ആയുധം, അപ്പോൾ ഒരായുധം ചൈന നിർമ്മിക്കുന്നു. ആയുധം നിർമ്മിക്കുമ്പോൾ പാകിസ്ഥാൻ ഒരു കാലത്തും അത് പണം മുടക്കി വാങ്ങാനുള്ള കഴിവില്ല. കാരണം ആ രാജ്യം പട്ടിണിയും പരിവട്ടുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ആയുധങ്ങൾ വാങ്ങുക? മറിച്ച് അങ്ങനെ ഒരു ആയുധം ഇന്ത്യയുടെ കമ്പോളത്തിൽ എത്തിക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് നൽകുകയാണെങ്കിൽ, ഇന്ത്യ ചോദിക്കുന്ന പൈസ കൊടുത്ത്, പണം കൊടുത്ത് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അമേരിക്കയും റഷ്യയും അടക്കമുള്ള പല രാജ്യങ്ങളും ആയുധങ്ങളുമായി ഇന്ത്യയെ സമീപിക്കുന്നത്. ഇന്ത്യക്ക് അതിനുള്ള പണമുണ്ട്, പക്ഷെ പാകിസ്ഥാന്റെ കയ്യിൽ പണമില്ല. അവരാണെങ്കിൽ ലോക ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് എങ്ങനെയെങ്കിലും പട്ടിണി മാറ്റാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും ഈ അഹങ്കാരത്തിന് കുറവില്ല അസീം മുനീറിന്റെ. അത് തന്നെയാണ് ആ അഹങ്കാരത്തെ കുറയ്ക്കാനുള്ള ഒരു ഒറ്റമൂലിയായാണ് ഇപ്പോൾ താലിബാനും അഫ്ഗാനിസ്ഥാനും മാറിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.